എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മലയാളം ജേർണലിസം. മലയാളം ജേർണലിസം എങ്ങനെ വളർന്നു വലുതായി എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് മലയാളം ന്യൂസ് പേപ്പറിൻ്റെ വളർച്ച എന്നതിനേക്കാൾ ഉപരി മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം അതുവരെ മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങളില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാളത്തിലും പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങുക. അപ്പോൾ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഉടനടി അത് ന്യൂസ് പേപ്പർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ജേണൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. മാഗസീനാവാം, അത് ചിലപ്പോൾ ഒരു 6-7 പേജ് മാത്രമുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ വലിപ്പത്തിലുള്ളൊരു പ്രിൻ്റഡ് ഡോക്യുമെൻ്റ് ആവാം. എന്തുമായിക്കൊള്ളട്ടെ, അതിനെയാണ് നമ്മൾ പ്രിൻറ്റിങ് ആരംഭിച്ചു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്യപ്പെട്ട ജേണലിൻ്റെ പേര് രാജ്യസമാചാരം എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ മാഗസീൻ അല്ലെങ്കിൽ ആ പ്രസിദ്ധീകരണം ഇന്നതിൻ്റെ പ്രസിദ്ധീകരണം തുടരാൻ നിവൃത്തിയില്ല. കാരണം അത് ആ ഒരു കാലഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നീട് അതിനൊരു നിലനിൽപ്പിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും പഴയ പത്രങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ പത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയും? മലയാളത്തിൽ ഇന്നും പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴയ പത്രം, അതിൻ്റെ ഉത്തരം ദീപിക എന്നാണ്. ആ പത്രം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് അതിൻ്റെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു. ഇന്നതിനെ ദീപിക എന്ന് മാത്രമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇന്ന് കേരളത്തിൽ സർവൈവ് ചെയ്യുന്നതിൽ ഏറ്റവും പഴയ പത്രം. 1887 ദീപിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 1887. ആലോചിക്കണം എത്ര വർഷം പഴയതാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. ദീപികയുടെ ഇന്നത്തെ അവസ്ഥ പ്രസിദ്ധീകരണത്തിൽ വളരെ പുറകിലാണ്. സർക്കുലേഷൻ്റെ എണ്ണം എടുത്താലും റീഡർഷിപ്പിൻ്റെ എണ്ണം എടുത്താലും വളരെ പുറകിലാണ്. മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ മുഖ്യധാരയിൽ നിൽക്കുമ്പോൾ ഇതല്പം പുറകിലാണ്. ഈ പുറകിലായ പത്രത്തിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക്, ദുരവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങൾ ചെയ്യാനല്ല നമ്മൾ പോകുന്നു. എന്നാൽ ഇന്ന് സർക്കുലേഷനിൽ മലയാളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു പത്രമുണ്ട്. അതിൻ്റെ പേര് മലയാള മനോരമ എന്ന്. ഈ പത്രം എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. 1888 ദീപിക സ്റ്റാർട്ട് ചെയ്ത് പിറ്റത്തെ വർഷം സ്റ്റാർട്ട് ചെയ്ത പത്രമാണ്. എന്നിട്ട് എന്തുകൊണ്ട് മനോരമ ഇന്നീ കാണുന്ന അവസ്ഥയിൽ വളർന്നു വലുതായി? മനോരമയ്ക്ക് ഇന്ന് മനോരമയുടെ ന്യൂസ് ചാനലുണ്ട്. മനോരമയ്ക്ക് ഇന്ന് മനോരമയുടെ എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ട്, മഴവിൽ മനോരമ. മനോരമ ഇഷ്ടം പോലെ അവാർഡ് നൈറ്റുകൾ നടത്തുന്നുണ്ട്. മനോരമ ഇഷ്ടം പോലെ ഓൺലൈൻ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വെബ് പോർട്ടലായിട്ടും ഓൺലൈൻ ന്യൂസ് പേപ്പറായിട്ടും ഒക്കെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാള മനോരമ ഒരു FM സ്റ്റേഷൻ നടത്തുന്നുണ്ട്, റേഡിയോ മാംഗോ എന്ന പേര്. മനോരമ എത്രത്തോളം വളർന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ മുൻപത്തെ വർഷം ലോഞ്ച് ചെയ്ത ദീപികയ്ക്ക് എന്തുകൊണ്ട് അവിടെ വരെ വളരാൻ സാധിച്ചില്ല എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. അതിന് വളരെ സിമ്പിളായിട്ടൊരു ഉത്തരം പറഞ്ഞാൽ മനോരമ കാലഘട്ടത്തിനൊപ്പം ജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വളർച്ചകൾ കാലഘട്ടത്തിനനുസൃതമായി മാറ്റിയെടുത്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ മനോരമ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് മനോരമ ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം.
ഇത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്കിനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. Christian missionaries were among the pioneers in Indian journalism. The Serampore missionaries, under the leadership of Dr. William Carey, published Digdarshan from 1818, the first language newspaper in India. In Kerala too, the credit for starting the first newspaper goes to a Christian missionary group from Germany, the Basel Mission Society. The history of the early Malayalam press and the role of the Christian missionaries in laying the foundation for Malayalam journalism can be traced through the history of important journals. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ പ്രസ് ആരംഭിക്കുന്നത് സെരംപോർ മിഷണറീസ് ആണ്. സെരംപോർ എന്ന സ്ഥലത്തു നിന്നും അവരവരുടെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുന്നു. കേരളത്തിലും ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ തന്നെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അവരാദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരണമാണ് രാജ്യസമാചാരം. ദിസ് വാസ് ദ ഫസ്റ്റ് ജേണൽ പബ്ലിഷ്ഡ് ഇൻ മലയാളം. ദ ബേസൽ മിഷൻ സൊസൈറ്റി ബ്രോട്ട് ഇറ്റ് ഔട്ട് ഫ്രം ജൂൺ 1847. 1887 നസ്രാണി ദീപിക എന്ന് ഞാൻ പറഞ്ഞു. 1847, അതായത് 40 വർഷം മുൻപേ ആദ്യത്തെ പ്രസിദ്ധീകരണം മലയാളത്തിൽ ഇറങ്ങി. അതിൻ്റെ പേരാണ് രാജ്യസമാചാരം. ഫ്രം എ പ്രസ് ഓൺഡ് ബൈ മിഷൻ അറ്റ് ഇല്ലിക്കുന്ന് നിയർ തലശ്ശേരി. ഇന്നത്തെ കണ്ണൂരിൻ്റെ ഭാഗമായിട്ടുള്ള തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ BMS എന്ന് പറയുന്ന സൊസൈറ്റി, ബേസൽ മിഷൻ സൊസൈറ്റി, അവരുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ദി കണ്ടന്റ് ഓഫ് ദിസ് പേപ്പർ വാസ് എക്സ്ക്ലൂസീവ്ലി Christian religious matters such as miraculous cures, good luck for the converted Christians, critical comments on the other religion, and letters from priests. പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ പ്രസിദ്ധീകരണം. ന്യൂസ് പേപ്പർ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ ആദ്യത്തെ പ്രസിദ്ധീകരണം അതാണ് എന്ന് മാത്രം. കർത്താവ് സുഖപ്പെടുത്തിയ കഥകൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസായി മാറിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളെ പരിവർത്തനം നടത്തി മതപരിവർത്തനത്തിന് വിധേയരാക്കാനുള്ള സഭയുടെ ഒരു ശ്രമം. അതുപോലെ തന്നെ മറ്റു മതങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളും പള്ളിയിലച്ചന്മാരുടെ ചില എഴുത്തുകളും. ഇന്നിപ്പോൾ ഇടയ ലേഖനമൊക്കെ പള്ളികളിൽ വായിക്കും, മെത്രാന്മാരെഴുതിയത്. അതിൻ്റെ വേറൊരു വകഭേദം, പ്യോർലി ഫോർ സ്പ്രെഡിങ് ക്രിസ്ത്യാനിറ്റി. അതായിരുന്നു രാജ്യസമാചാരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. രാജ്യസമാചാരം വാസ് എ ലിത്തോഗ്രാഫ്ഡ് 6-page മന്ത്ലി മാഗസിൻ. ഭാഗ്യത്തിന് മാസത്തിൽ ഒരു വട്ടം ഈ സാധനം ഇറങ്ങുള്ളൂ. അത് കാരണം അത്രയും സമാധാനമുണ്ട്. ഇറ്റ് ഹാഡ് എ ഫൈൻ ലേ ഔട്ട്, ബാനർ ഹെഡിങ് ആൻഡ് ഡബിൾ ഡെക്ക് ഹെഡ്ലൈൻസ്. ഡബിൾ ഡെക്ക് മീൻസ് വൺ ഡെക്ക് മീൻസ് എ സിംഗിൾ ഫോണ്ട്. ഡബിൾ ഡെക്ക് മീൻസ് ഇത്തിരി കൂടി ബോൾഡാക്കി അതിനെ രണ്ട് വട്ടം എഴുതിയതുപോലെ തോന്നുന്ന രീതിയിൽ എഴുതുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ മാഗസീൻ ഹാഡ് ഓൾ ടുഗെദർ 42 issues. 6 പേജേ ഉള്ളൂ, മന്ത്ലി മാഗസീനാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ലേ ഔട്ട് അവർ സെറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാരണം നല്ല പ്രസിദ്ധീകരണങ്ങൾക്കാണ് നല്ല ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇവരുടെ പ്രസിദ്ധീകരണം ആകെ 42 ഇഷ്യൂ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആ 42 ഇഷ്യൂവിലും അവർ നല്ലൊരു ഫൈൻ ലേ ഔട്ടും ഡബിൾ ഡെക്ക് ഹെഡ്ലൈൻസൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോപ്പീസ് ഓഫ് രാജ്യസമാചാരം were distributed free of cost. ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാൻ പറ്റും. കാരണം അങ്ങനെ കൊടുത്താലെങ്കിലും ആൾക്കാർ വായിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഗാന്ധിയൊക്കെ പ്യോർലി ബേസ്ഡ് ഓൺ ദ സർക്കുലേഷൻ ഫീ, സബ്സ്ക്രിപ്ഷൻ ഫീ, അതിലൂടെ മാത്രമാണ് പത്രം നടത്തിയത്. ഇവർ സബ്സ്ക്രിപ്ഷൻ ഫീ വെച്ചാൽ സാധാരണക്കാരൻ പോയി മേടിക്കില്ല. എന്ത് കാര്യത്തിന്? കർത്താവ് അത്ഭുതപ്പെടുത്തിയ കഥ വായിക്കാൻ, എന്നാൽ പിന്നെ ബൈബിൾ മേടിച്ച് വായിച്ചാൽ പോരെ. അതാണ് പ്രശ്നം. ഗാന്ധി അവിടെ നല്ല മെസ്സേജ് കൊടുത്തപ്പോൾ ഇവരിവിടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ മാധ്യമത്തിന് അല്ലെങ്കിൽ ഈ പത്രത്തിന്, ഈ ജേണലിനെ ഉപയോഗിച്ചു. ഓൾദോ the name of the editor was not mentioned, it is assumed by many scholars
that Dr. Herman Gundert was the man behind this first Malayalam journal. This paper lasted up to 1840. 1840 വരെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനപ്പെട്ട എഡിറ്ററുടെ പേര് ഇവർ കൊടുത്തിരുന്നില്ല. പക്ഷെ ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. കാരണം അദ്ദേഹം മലയാളത്തിന് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മലബാറിക്കസ്, ഹോർത്തൂസ് മലബാറിക്കസ് അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള പുസ്തകമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഫോറിനറായിരുന്നിട്ട് കൂടി മലബാർ മേഖലകളിലും കേരളത്തിലുമുള്ള മരുന്നുകളുടെയും മറ്റ് ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ എഴുതിയ പുസ്തകമാണ്. ദെൻ പശ്ചിമോദയം. പശ്ചിമോദയം എന്ന് വെച്ചാൽ എന്താ? പശ്ചിമം എന്ന് വെച്ചാൽ വെസ്റ്റ് എന്നാണ് അർത്ഥം, പടിഞ്ഞാറ് സൈഡ് എന്നാണ് അർത്ഥം. പടിഞ്ഞാറ് സൈഡിൽ നിന്നും ഒരു ഉദയം, പശ്ചിമോദയം. പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ലിറ്ററലി തെറ്റാണ്. ദിസ് വാസ് സെക്കൻഡ് ജേണൽ ഇൻ മലയാളം ബ്രോട്ട് ഔട്ട് ഫ്രം ഒക്ടോബർ 1847. ഇപ്പോൾ സെയിം വർഷം തന്നെയാണ്. രാജ്യസമാചാരം ജൂണിലാണെങ്കിൽ പശ്ചിമോദയം ഒക്ടോബറിലാണെന്ന് മാത്രം. ഫ്രം അഗെയിൻ തലശ്ശേരി. ദ പബ്ലിഷേഴ്സ് ഓഫ് ദിസ് പേപ്പർ ടു വാസ് ദി ബേസൽ മിഷൻ സൊസൈറ്റി. It had same format and layout as that of Rajya Samacharam, but its content include article on natural science, astronomy, geography and history. അതൊരു വലിയ മാറ്റമാണ്. ലേഔട്ടും പ്രിൻറ്റിങ്ങും അതിൻ്റെ ഓണർഷിപ്പും ഒക്കെ ബേസൽ മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ തന്നെയാണെങ്കിലും ഈ പ്രസിദ്ധീകരണം ഇറക്കിയത് ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മളീ പറയുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ടല്ല. ഇവിടെ എല്ലാ വിഷയത്തിനും പ്രാധാന്യമുണ്ട്. ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ആസ്ട്രോണമിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണം. പശ്ചിമോദയം വാസ് എ ടിപ്പിക്കൽ ക്രിസ്ത്യൻ പബ്ലിക്കേഷൻ. ദ റീസൺ ഫോർ ഇൻക്ലൂഷൻ ഓഫ് ജനറൽ ടോപ്പിക്സ് വാസ് ടു ഇൻസ്ട്രക്ട് the newly converted Christians on general topics along with the Christian teachings. അപ്പോൾ ഇവർ മറ്റ് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോഴും ഇവരുടെ ലക്ഷ്യം മറ്റ് വിഷയങ്ങൾ ഇവർ പഠിക്കട്ടെ എന്നുള്ളത് ആയിരുന്നില്ല എന്ന്. അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, കൺവേർട്ടഡ് ആയിട്ട് വരുന്ന ക്രിസ്ത്യൻസ് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് മറ്റ് വിഷയങ്ങളും പഠിപ്പിക്കുക. അപ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാവും ഈ മതത്തിൻ്റെ കൂടെ നിൽക്കാനും ഇതിൻ്റെ കൂടെ നിന്നാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് കാണുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ്. പശ്ചിമോദയം കൺസിസ്റ്റഡ് ഓഫ് 8 pages. മറ്റേ നമ്മൾ പറഞ്ഞു 6 pages ആണെന്ന്. ഇത് 8 pages ആണ്. ആൻഡ് വാസ് സോൾഡ് ഫോർ 2 paise per copy. 2 പൈസയ്ക്കാണ് വിറ്റിരുന്നത്. അതും ഒരു കാരണമാണ്. പൈസയ്ക്ക് വിറ്റ് പോകണമെങ്കിൽ ഇതിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും വിഭവങ്ങൾ വേണം. അതുകൊണ്ടാണ് അവർ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത്. ഓൾദോ ദ നെയിം ഓഫ് ദി എഡിറ്റർ എഫ് മുള്ളറിൻ്റെ പേരാണ് കൊടുത്തിരുന്നത് വാസ് മെൻഷൻഡ് ഇൻ ദിസ് പേപ്പർ. ഇറ്റ് ഈസ് വൈഡ്ലി ബിലീവ്ഡ് ദാറ്റ് പബ്ലിക്കേഷൻ ഫ്രം ബേസൽ മിഷൻ were closely guided by Dr. Herman Gundert. According to some historians, this journal lasted till 1857 June. 1857 വരെ നിലനിന്ന പ്രസിദ്ധീകരണം ഏകദേശം 10 വർഷം നിലനിന്നു. അതുപോലെ തന്നെ നേരത്തെ ഒരു മിസ്റ്റേക്ക് വീണ്ടും പറ്റി. രാജ്യസമാചാരത്തിൻ്റെ വർഷം നമ്മൾ പറഞ്ഞിരുന്നു. ദിസ് പേപ്പർ ലാസ്റ്റഡ് അപ് ടു 1840 എന്നാണ് പറഞ്ഞത്. 1840 ഒരിക്കലും പറ്റില്ലല്ലോ, 1850 ആണ്. കാരണം 1847 പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 3 വർഷം 42 കോപ്പി എന്ന് പറയുമ്പോൾ ഏകദേശം 3 വർഷം 1850 വരെ. അപ്പോൾ അതൊന്ന് തിരുത്തിയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ 840 എന്നാണെങ്കിൽ 1850 എന്നാക്കുക. ഇത് 57 വരെ. ഇനി അടുത്തതൊരു ചെറിയ പ്രസിദ്ധീകരണം, കേരളോപകാരി. ഇറ്റ് വാസ് മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ബേസൽ മിഷൻ സൊസൈറ്റി ഫ്രം 1878. It was printed from Mangalore. Its content included articles on Christian literature, essays, proverbs, parables, stories with moral content and Western literature.
പ്യുവർലി ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മാഗസീനായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള പ്രസിദ്ധീകരണമാണെങ്കിലും പ്രസിദ്ധീകരിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അടുത്തത് ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ ട്രഷറി ഓഫ് നോളജ് എന്ന് വിളിക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. ജ്ഞാനനിക്ഷേപം എങ്ങനെ വളർന്നു, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ജ്ഞാനനിക്ഷേപം എ മന്ത്ലി മാഗസിൻ ഇൻ മലയാളം വാസ് പബ്ലിഷ്ഡ് ബൈ ദി അടുത്ത മിഷണറി ഗ്രൂപ്പാണ് ചർച്ച് മിഷൻ സൊസൈറ്റി, CMS കോളേജ് കോട്ടയം എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? അതേ CMS തന്നെയാണ്. ഇൻ കോട്ടയം ഫ്രം നവംബർ 1848, 1848. അപ്പോൾ ഇവിടെ ബേസൽ മിഷൻ സൊസൈറ്റിയുടെ ആയതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസിദ്ധീകരണമായിട്ട് കേരളോപകാരി പറഞ്ഞത്. ശരിക്കും മൂന്നാമത്തെ പ്രസിദ്ധീകരണം മലയാളത്തിൽ ജ്ഞാനനിക്ഷേപമാണ്. കാരണം 1848 ഇറങ്ങിയത്. കേരളോപകാരി 1878. പക്ഷേ ബേസൽ മിഷൻ സൊസൈറ്റി ഇറക്കിയ പ്രസിദ്ധീകരണങ്ങൾ ആദ്യം ഒരു സെറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് മുൻപിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് തേർഡ് എമംഗ് ദി പബ്ലിക്കേഷൻ ഇൻ മലയാളം ആൻഡ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് ന്യൂസ് പേപ്പർ പ്രിൻറ്റഡ് ഇൻ ലെറ്റർ പ്രസ് ഡെവലപ്ഡ് ബൈ റെവറൻഡ് ഫാദർ ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു ഫാദർ കൊണ്ടുവന്ന ലെറ്റർ പ്രസ്സിലൂടെയാണ്. ആദ്യത്തെ ഗുണ്ടർട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, മൂവബിൾ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ലെറ്റർ പ്രസ്സിലേക്ക് വന്ന് ബെഞ്ചമിൻ ബെയ്ലിയുടെ ലെറ്റർ പ്രസ്സിലൂടെ മലയാളത്തിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരണമാണ് ജ്ഞാനനിക്ഷേപം. Although Jnana-Nikshepam was a Christian publication, its content included secular news and social activities, customs and traditions of Syrian Christians. This paper had also several other distinct features. The place of publication, price, volume and title of this paper in Malayalam and English were prominently displayed on the ഫ്രണ്ട് പേജിൽ തന്നെ 2 ഭാഷയിൽ. രാജ്യസമാചാരത്തിൻ്റെ ഒരു ചെറിയ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് കവർ പേജിൻ്റെ. അതിൽ കാണാൻ പറ്റും രാജ്യസമാചാരം എന്ന് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ മനോരമ എടുത്താലും മാതൃഭൂമി എടുത്താലും നിങ്ങളത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുമ്പോൾ ഈ പത്രം ആദ്യമായിട്ട് ജ്ഞാനനിക്ഷേപം മലയാളത്തിലും ഇംഗ്ലീഷിലും അവരുടെ പേര് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്ത് ഒരു സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ പബ്ലിക്കേഷനായിട്ട് ആരംഭിക്കുകയും അതിൽ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും കസ്റ്റംസിനെ കുറിച്ചും ട്രഡീഷൻസിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തു. അത് മാത്രമല്ല പ്രത്യേകത, മുകളിൽ 2 ടൈപ്പ് പേര് കൊടുക്കുന്നതോടൊപ്പം വില, എത്രാമത്തെ വോളിയം എന്നുള്ള കാര്യങ്ങൾ, ആരാണ് പബ്ലിക്കേഷൻ നടത്തുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ മുകളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ അതേ പാറ്റേൺ തന്നെ. കണ്ടന്റ് ഓഫ് ദിസ് paper included foreign as well as local news, copies of regulation of the Travancore government, customs, medicinal practices and a host of other subjects. This magazine was the first published monthly calendars. Jnana-Nikshepam is also credited with the publication of the first serialized novel Pulleli Kunju. Reverend George Mathan and Archdeacon Koshi were the leading persons behind this publication. ഈ പബ്ലിക്കേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ജോർജ് മാത്തനും ആർച്ച് ഡീക്കൻ കോശിയും. ഇവരാണ് ആദ്യമായിട്ടൊരു സീരിയലൈസ്ഡ് നോവൽ പബ്ലിഷ് ചെയ്തത്. പുല്ലേലി കുഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രാവൻകൂർ ഗവൺമെൻറ്റിൽ നിലനിൽക്കുന്ന കസ്റ്റംസ്, ട്രഡീഷൻ, മെഡിസിനൽ പ്രാക്ടീസസ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സബ്ജക്റ്റുകളെ കുറിച്ച് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും അല്പം വെസ്റ്റേൺ ന്യൂസ് കൂടി ചേർത്ത് ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫസ്റ്റ് എഡിറ്റർ വാസ് ബെഞ്ചമിൻ ബെയ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ ലെറ്റർ പ്രസിൻ്റെ ഇൻട്രൊഡക്ഷൻ നടത്തിയ വ്യക്തി. എ ഫോറിൻ മിഷണറി ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ലെറ്റർ പ്രസ് ഇൻ കേരള. ജ്ഞാനനിക്ഷേപം ഈസ് പബ്ലിഷ്ഡ് ടുഡേ ആസ് ഒഫീഷ്യൽ newsletter ഓഫ് ദി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. CSIയുടെ ഒഫീഷ്യൽ ലെറ്ററായിട്ട് ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ
ഇന്നതൊരു മന്ത്ലി മാഗസിൻ ആയിട്ടല്ല, അവരുടെ ഒരു ഒഫീഷ്യൽ ന്യൂസ് ലെറ്റർ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്യുന്ന പത്രങ്ങളിൽ ജ്ഞാനനിക്ഷേപത്തിൻ്റെ പേര് ഉൾപ്പെടുത്താതിരുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് മലയാളത്തിൽ ഇന്ന് സർവൈവ് ചെയ്യുന്നതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള പത്രം ദീപികയാണ്. നസ്രാണി ദീപിക വാസ് ദ റിസൾട്ട് ഓഫ് എ representation made to Mar Salinas, the Metropolitan of Varapura, to grant permission to start a newspaper. The delegation consisted of 20 Catholic priests and leading citizens under the leadership of Neethirikal Manikathanar. Permission was granted and the Nasrani Deepika started publication from St. Joseph Press at Mananam on April 15, 1887. Although the original goal was to launch a common paper for all the different sects within the Christianity, Nasrani Deepika ultimately became a Catholic trumpet. അപ്പോൾ മാർ സാലിനസ് എന്ന് പറയുന്ന വരാപ്പുഴ മെത്രാപ്പോലിത്തയുടെ അനുമതിയോടുകൂടി 20 കാത്തോലിക് പ്രീസ്റ്റുമാർ കൂടിച്ചേർന്ന് നീതിരിക്കൽ മാണിക്കത്തനാർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിന് കീഴിൽ ഒരു ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം, പ്രത്യേകിച്ച് വരാപ്പുഴ രൂപതയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സഭയുടെ കീഴിൽ വരുന്നവർക്ക് വായിക്കാനുള്ളൊരു പ്രസിദ്ധീകരണം ഇറക്കണമെന്നുള്ളൊരു താല്പര്യമാണ്. അതിന് മാർ സാലിനസ് മെട്രോപൊളിറ്റൻ ഓഫ് വരാപ്പുഴ അനുവാദം കൊടുക്കുകയും 1857 ദീപിക സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. This paper was founded basically to spread the teaching of Christ and to promote the interest of the Syrian Christians, but the goal of this paper were not restricted to this alone. Nasrani Deepika has changed with the times and it has played a decisive role in Kerala society. The paper actively supported various popular movements such as Malayali Memorial, Equal Rights Campaign, വൈക്കം സത്യാഗ്രഹ, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. തുടക്കത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സിറിയൻ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമുള്ള പ്രസിദ്ധീകരണമായി, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള പ്രസിദ്ധീകരണമായിട്ട് തുടങ്ങി എങ്കിലും പിന്നീട് നസ്രാണി ദീപിക അതിൽ നിന്നൊക്കെ മാറി വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാനും മലയാളി മെമ്മോറിയൽ, ഈക്വൽ റൈറ്റ്സ് ക്യാമ്പയിൻസ്, വൈക്കം സത്യാഗ്രഹ, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഇടപെടാനും അതിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതാനും തുടങ്ങി. നസ്രാണി ദീപിക began as fortnightly in 1887. Fortnightly means 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം, അതായത് മാസത്തിൽ 2 തവണ. From 1895 it was published thrice on a month. 3 വട്ടം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. മാസത്തിൽ 2 എന്നുള്ളത് മാസത്തിൽ 3 ആയിട്ട് മാറി. ഇറ്റ് ബിക്കെയിം എ വീക്ക്ലി ഇൻ 1899 ആൻഡ് ഇൻ 1927 ഇറ്റ് ബിക്കെയിം എ ഡെയിലി. അപ്പോൾ എല്ലാ വർഷവും ഓർത്തു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത വർഷവും ഡെയിലി ആയി മാറിയ വർഷവും ഓർത്തു വയ്ക്കുക, 1927. ദിസ് once again became a weekly from 1931 to 38. In 1938, the name Nasrani Deepika was changed to Deepika and the place of the publication was shifted from Mananam to Kottayam. കോട്ടയത്തേക്ക് ഇതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റുകയും നസ്രാണി ദീപിക എന്നുള്ള പേര് മാറ്റി ദീപിക എന്ന് മാത്രമാക്കി മാറ്റി. കാരണം നസ്രാണി ദീപിക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്നുള്ളൊരു തോന്നലുണ്ടാവും, ബാക്കി വിഭാഗക്കാർ വായിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ദീപിക എന്ന് മാത്രമാക്കി മാറ്റി. അതിനിടയിൽ ഒരു 7 വർഷക്കാലം 1931 മുതൽ 38 വരെ ഇത് വീണ്ടും ഒരു വീക്കിലി ആയിട്ട് മാറേണ്ട സാഹചര്യമുണ്ടായി. ദീപിക is the oldest surviving newspaper in Malayalam. Presently it is published from കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ, കൊച്ചി, കാലിക്കറ്റ് ആൻഡ് തൃശ്ശൂർ. രാഷ്ട്രദീപിക, ഈവനിങ്ങർ, സിനിമ ദീപിക, കർഷകൻ, കരിയർ ദീപിക, എക്സിട്ര ആർ സം ഓഫ് ഇറ്റ്സ് സിസ്റ്റർ പബ്ലിക്കേഷൻസ്. അപ്പോൾ തൃശ്ശൂരുണ്ട് ഇതിൻ്റെ പബ്ലിക്കേഷൻ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പട്ടാളം റോഡ് വഴി KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, അല്പം ഉള്ളിലേക്ക് പോയിട്ടൊരു പഴയ ബിൽഡിംഗ് ആണ്
ദീപികയുടേത്. വളരെ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രദീപിക നിങ്ങൾ കുറേ പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിനിമാ ദീപികയും രാഷ്ട്രദീപിക പോലെ തന്നെയുള്ളൊരു പ്രസിദ്ധീകരണമാണ്. കർഷകൻ പ്യുവർലി ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. കരിയർ ദീപിക ഈ തൊഴിൽ വീതി പോലത്തെ, മനോരമ, മാതൃഭൂമിയൊക്കെ ഇറക്കുന്ന പോലത്തെ പ്രസിദ്ധീകരണമാണ്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മലയാളം പ്രസിദ്ധീകരണങ്ങളുടെ ഒരു തുടക്കമായി കഴിഞ്ഞു. അതിനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് വയ്ക്കാം. The early Malayalam press was essentially sectarian. Most of the publications were missionary organizations who used newspaper solely for propagating Christian religious values and teachings. But Malayalam press was also gradually evolving into an institution capable of reflecting larger social concerns. തുടക്കമൊക്കെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിലും പതിയെ വലിയ വിഷയങ്ങൾ മീൻസ് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മലയാള പത്രങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. ഇൻ ദ 3 decades since the Rajasamacharam made its first appearance, a good number of publications followed, but they were mainly characterized by a high rate of infant mortality. Infant mortality എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈശവ മരണനിരക്ക് എന്നാണ് അർത്ഥം. തുടക്കത്തിലെ തന്നെ അവസാനിക്കുന്ന ഒരവസ്ഥ. ആകെ 1887 സ്റ്റാർട്ട് ചെയ്ത ദീപിക മാത്രമാണ് സർവൈവ് ചെയ്ത്. ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ അവസാനിച്ചു പോയി. ബിസൈഡ്സ് they were not newspapers in the strict sense of the word. Their emphasis was more on literary and religious topics as distinct from hard news as we understand it today. Their periodicity was yet another factor which detracted from their intrinsic relevances and importance as newspaper. ഇന്നത്തെ ന്യൂസ് പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്നിരുന്നാലും അവരാദ്യമായിട്ടൊരു പബ്ലിക്കേഷനായിട്ട് തുടങ്ങിയതും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലിറ്റററി ടോപ്പിക്സിനൊക്കെ പ്രാധാന്യം കൊടുത്തൊരു പബ്ലിക്കേഷൻ എന്ന രീതിയിൽ ഇതിനെ തുടക്കക്കാരായിട്ട് വേണമെങ്കിൽ കണക്കാക്കാമെന്ന് മാത്രം. The onslaught of Christian publishing activities naturally promoted other communities to launch their own publications. Prabhuddha Keralam, started by Sri Ramakrishna Mission, Kerala Dharmam, Sadananda Vilasam, Abhinava Keralam, etc., were published in order to defend the Hindu religion. Similarly, Kerala Deepakam, Muslim Al-Islam, Islah, etc., were Islamic publication during the early stage of the Malayalam press. മലയാളം പ്രസ്സിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വന്ന മറ്റ് റിലീജിയൻസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങൾ വേണം എന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിംസും ഹിന്ദുസും ഒക്കെ കൊണ്ടുവന്ന പല പ്രസിദ്ധീകരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ക്രിസ്ത്യൻ മിഷണറി പബ്ലിക്കേഷൻ ലെയ്ഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ദ പ്രസൻറ്റ് ഡേ in enviable state of Malayalam press. The publication aroused an awakening in Kerala and contributed greatly to the spread of literacy and overall social development. പക്ഷേ ക്രിസ്ത്യൻ മിഷണറീസാണ് ഇത്തരത്തിൽ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കാം എന്നുള്ളതിന് ഒരു തുടക്കം കുറിച്ചതും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അവരിങ്ങനെ തുടങ്ങിയ കാരണം മറ്റുള്ളവർ അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് വേറെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു എന്ന് മാത്രം. വെസ്റ്റേൺ സ്റ്റാർ ആൻഡ് പശ്ചിമ താരക. വെസ്റ്റേൺ സൈഡിലുള്ള നക്ഷത്രം പശ്ചിമ താരക എന്ന് മലയാളത്തിൽ പറയുന്ന പേരാണ്. ഒരു ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന ആദ്യത്തെ പബ്ലിക്കേഷൻ അതാണ്. The first of real newspaper to be published from Kerala was in English language. This publication was entitled The Western Star, started from Kochi in 1860. 1860 കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചെങ്കിലും ആദ്യത്തെ മലയാളം പ്രസിദ്ധീകരണമല്ല. വെസ്റ്റേൺ സ്റ്റാർ എന്ന പേരിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ഇവർ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിയൽ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്നത് ഇതിനെയാണ്. ചാൾസ് ലോവ്സൺ, who had left England after completing his studies,
took over as the editor. This was Lawson's maiden entry into journalism. The assignment obviously stood him in good stead when he migrated to Madras to launch the Mail in later years. അപ്പോൾ ആദ്യത്തെ ഒരു പത്രം കേരളത്തിൽ നിന്ന് തുടങ്ങുന്നത് വെസ്റ്റേൺ സ്റ്റാർ ആണ്. പക്ഷേ മലയാളത്തിലാണെന്ന് പ്രതീക്ഷിക്കരുത്, ഇംഗ്ലീഷിലാണ്. ലൗസൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന ഒരു വ്യക്തിയുടെ ജേർണലിസത്തിലേക്കുള്ള ആദ്യത്തെ കടന്നുവരവാണ്. പിന്നീട് അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയും അവിടെ മദ്രാസ് മെയിൽ എന്ന പേരിൽ ഒരു പുതിയ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. 4 years later, in 1864, a Malayalam edition of the Western Star started publication from Kochi under the banner of Paschima Tharaka. അപ്പോൾ പശ്ചിമ താരക എന്ന മലയാളം പേരുപയോഗിച്ചുകൊണ്ട് പിന്നീട് അവർ മലയാളത്തിലും ആ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ റിയൽ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പശ്ചിമ താരകയാണ്. The new paper was edited by T.J. Piley in the beginning and later by Kallur Umman Philippos Asan. The Western Star continued to be published from Kochi for a long time. In due course, there was a change in the ownership of the paper. This was followed by a change in location. The publication base was shifted to Trivandrum. Thereafter, its appearance was irregular. അപ്പോൾ അതുവരെ നല്ല രീതിയിൽ കുറേ കാലം കൊച്ചിയിൽ നിന്ന് പബ്ലിക്കേഷൻ നടത്തിയിരുന്ന ഈ പ്രസിദ്ധീകരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ പ്രസിദ്ധീകരണം ഷിഫ്റ്റ് ചെയ്യാണ്. കൊച്ചിയിൽ നിന്ന് അത് മാറ്റി തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് പോയ പിന്നെ ഈ പ്രസിദ്ധീകരണം കൃത്യമായ ഇടവേളകളിൽ വരുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. അടുത്തൊരു പ്രസിദ്ധീകരണമാണ് കേരള മിത്രം. കേരള മിത്രം, എ വീക്ക്ലി ന്യൂസ് പേപ്പർ ഫ്രം കൊച്ചി, അഗെയിൻ കൊച്ചി തന്നെയാണ്, ബിഗാൻ ഓൺ ജാനുവരി 1881, 1881 തുടങ്ങിയ പ്രസിദ്ധീകരണം. മോസ്റ്റ് ജേർണൽസ് പബ്ലിഷ്ഡ് ഇൻ മലയാളം ഇൻ ദോസ് ഡേയ്സ് വെർ മിഷണറി പബ്ലിക്കേഷൻസ്. നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, മിഷണറി ഗ്രൂപ്പുകൾ തന്നെയാണ് ഇവിടെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ബട്ട് കേരള മിത്രം വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദി എക്സിസ്റ്റിംഗ് പേപ്പേഴ്സ് ആൻഡ് ഇറ്റ് പ്രൊഫസ്ഡ് എ സെക്യുലർ ഔട്ട്ലുക്ക്. പക്ഷേ കേരള മിത്രം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. ഒരു മതേതര സ്വഭാവമുള്ള ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് കേരള മിത്രം. പെരുന്ന K.N. Nair, a historian of Malayalam journalism, opines that Kerala Mitram was the first real newspaper in Malayalam. Many other historians also endorse this opinion. K.N. Nair പോലെ, പെരുന്ന K.N. Nair പോലെ ഉള്ള ഒരുപാട് ഹിസ്റ്റോറിയൻസ് പറയുന്നു, ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെ കേരള മിത്രമാണ് ശരിക്കും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ റിയൽ ന്യൂസ് പേപ്പർ. പശ്ചിമ താരക ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ പശ്ചിമ താരകയ്ക്കും ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചിലർക്ക് സംശയം. പക്ഷെ ചില ആൾക്കാർ പറയുന്നു ആദ്യം ഇറങ്ങിയ പ്രസിദ്ധീകരണം തന്നെയാണ് ആദ്യത്തെ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ സ്റ്റൈലിൽ വന്നത് പശ്ചിമ താരകയാണ്, അപ്പോൾ പിന്നെ അതിനെ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. അങ്ങനൊരു ക്ലാഷ് അവിടെയുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ പശ്ചിമ താരക ആദ്യത്തെ റിയൽ ന്യൂസ് പേപ്പർ മലയാളം എന്ന് പഠിക്കുക. കേരള മിത്രത്തെയും അങ്ങനെ ചില ഹിസ്റ്റോറിയൻസ് സൂചിപ്പിക്കുന്നു എന്നുള്ളത് കേരള മിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ നിർബന്ധമായിട്ടും എഴുതുക. ദേവ്ജി ബിംജി, എ ഗുജറാത്തി സെറ്റിൽഡ് ഇൻ കൊച്ചി, വാസ് ദ പ്രൊമോട്ടർ ഓഫ് ദിസ് പേപ്പർ. കണ്ടത്തിൽ വർഗീസ് മാപ്പിള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ. ദ ഫൗണ്ടർ എഡിറ്റർ ഓഫ് മലയാള മനോരമ, വാസ് ദി ഫസ്റ്റ് എഡിറ്റർ ഓഫ് ദിസ് ന്യൂസ് പേപ്പർ. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള മിത്രം സ്റ്റാർട്ട് ചെയ്തത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അതിൻ്റെ എഡിറ്റർ ആയിരുന്നത്. പ്രൊമോട്ടർ ആയിരുന്നത് ദേവ്ജി ബിംജി എന്ന് പറയുന്ന ഒരു ഗുജറാത്തിയാണ്. പക്ഷെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള പിന്നീട് കേരള മിത്രം ക്വിറ്റ് ചെയ്ത് പുറത്തു വന്ന് അദ്ദേഹം മലയാള മനോരമ പോലൊരു പത്രം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. T.G. Piley വാസ് ഇറ്റ്സ് ഡെപ്യൂട്ടി എഡിറ്റർ. ഇവിടെ വന്നപ്പോൾ T.G. Piley ആയി. നേരത്തെ കണ്ട T.J. Piley തന്നെയാണ് T.G. Piley. ശരിക്കും പേര് T.G. Piley എന്നാണ്. മുകളിലത്തെ പത്രത്തിൽ വെസ്റ്റേൺ സ്റ്റാർ എന്ന പശ്ചിമ താരക എന്ന പത്രത്തിലും കൊടുത്തിട്ടുണ്ട്. എഡിറ്റഡ് ബൈ T.G. Piley എന്ന് കൊടുക്കേണ്ടടുത്ത് T.J. Piley എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി T.G. Piley എന്നാക്കാം. കേരള മിത്രം വാസ് ദ റിസൾട്ട് ഓഫ് ദ ഡയർ
and hope of a Gujarati to start a newspaper at a time when the publications in Malayalam were predominantly controlled by the Christian missionaries. Devji wanted to expose the rampant corruption prevailing in the administration of Kochi government. Kerala Mitram continuously criticized the government but chose the words carefully in order to avoid open confrontation with the government. അപ്പോൾ ദേവ്ജി ബിംജി വളരെ ധൈര്യപൂർവ്വം എടുത്തൊരു തീരുമാനമാണ്. ക്രിസ്ത്യൻ മിഷണറീസ് മാത്രം പ്രസിദ്ധീകരണം നടത്തിയാൽ പോരാ, മലയാളത്തിൽ സ്വതന്ത്രമായിട്ടുള്ള മതേതര ചിന്ത ഉണർത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ സാധിച്ചത്. അത് കേരള മിത്രത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു ഇമ്പാക്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കൊച്ചി അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്ന കൊച്ചിൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ ഉള്ള അഴിമതികളും തെറ്റായിട്ടുള്ള നയങ്ങളും ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും തയ്യാറായ പത്രമാണ് കേരള മിത്രം. അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലോ കർശനമായിട്ടുള്ള വാക്കുകളോ ഉപയോഗിക്കാൻ ഈ പത്രം തയ്യാറായില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ പത്രം വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ല? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഗവൺമെൻറ്റുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിയാൽ ചിലപ്പോൾ ഈ പത്രം പിന്നീട് പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ വരും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അല്പം ഒന്ന് മയപ്പെടുത്തി ഗവൺമെൻറ്റിനെ ഒന്ന് സുഖിപ്പിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ഈ പത്രം മുന്നോട്ട് പോയത്. കേരള മിത്രംസ് പേജ് contained local news as well as foreign news, critical reports on palace administration, literary article, book reviews, etc. Although it was a weekly newspaper at first, it was later published thrice a month. Its publication went on uninterrupted for 14 years. Kerala Mitram could not continue publication much after the death of ദേവ്ജി ബിംജി. അപ്പോൾ ഒരു മലയാള പത്രം ആദ്യമായിട്ട് ലിറ്റററി ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ പാലസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അതും ക്രിട്ടിക്കലായിട്ടുള്ള റിപ്പോർട്ട്സ് അല്പം വിമർശിച്ചുകൊണ്ട് എന്നാൽ ഒരു ഓപ്പൺ ഡിബേറ്റിന് മുതിരാത്ത രീതിയിൽ ദെൻ ലോക്കൽ ന്യൂസുകൾ, ഫോറിൻ ന്യൂസുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീക്ക്ലി ആയിട്ട് തുടങ്ങി. പിന്നീട് അത് ത്രൈസ് 3 വട്ടം മാത്രം ഒരു മാസത്തിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. പിന്നീട് ദേവ്ജി ബിംജി മരിച്ചതോടുകൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ഇത് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നു. അടുത്തൊരു പ്രസിദ്ധീകരണം കേരള പത്രിക. കേരള പത്രിക വാസ് പബ്ലിഷ്ഡ് ആസ് എ വീക്ക്ലി ഫ്രം കാലിക്കറ്റ് ഇൻ 1884. ഇറ്റ്സ് ഫൗണ്ടർ എഡിറ്റർ വാസ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. The editor laid emphasis on promoting nationalist feeling, on opposing the autocratic functioning of the bureaucracy. ഈ നാട് ഭരിക്കുന്നവരുടെ ഭരണരീതിക്കെതിരെ, മലബാർ പ്രസിഡൻസിക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രസ്ഥാപനം തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കാലിക്കട്ടിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്ന വ്യക്തി 1884 സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് നമ്മൾ ഈ പറയുന്ന കേരള പത്രിക. കുഞ്ഞിരാമ മേനോൻ വാസ് ഹൈലി ഇംപ്രസ്ഡ് വിത്ത് ഹിസ് പേപ്പർ ആഫ്റ്റർ ദി കൽക്കട്ട ന്യൂസ് പേപ്പർ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് കേരള പത്രിക വാസ് ദ ഫസ്റ്റ് കോൺഗ്രസ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം. ആദ്യമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ, നാഷണാലിസ്റ്റ് ഫീലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ, ഒപ്പം തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യം കാണിച്ച പത്രമാണ് കുഞ്ഞിരാമ മേനോൻ്റെ കേരള പത്രിക. കുഞ്ഞിരാമ മേനോനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിൻ്റെ കാരണം ആ ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ഒരു പത്രപ്രവർത്തനം ആരംഭിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി ഒരു പത്രസ്ഥാപനത്തിന് തുടക്കം കുറിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. അതിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേരള മിത്രത്തിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രം തുടങ്ങി, മനോരമ. ഇവിടെ കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചു. കേരള പത്രിക ഒരു ചെറിയ പത്രമായിരുന്നു, പക്ഷേ അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനാണ് പ്രാധാന്യം. അവർ ശക്തിയുക്തം അന്നത്തെ ഗവൺമെൻറ്റിനെ
വിമർശിക്കാനും അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കാനും സധൈര്യം മുന്നോട്ട് വന്ന പത്രമാണ്. കേരള പത്രിക വാസ് പബ്ലിഷ്ഡ് ഫോർ എ ലോങ് ടൈം. ആഫ്റ്റർ എ ഷോർട്ട് ഇൻട്രപ്ഷൻ ഇൻ 1930s, the paper resumed publication in 1938. Later, this paper continued publication from Kochi in 1947 for some time. 1947 വരെ കൊച്ചിയിൽ നിന്ന് ഇതിൻ്റെ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളും കൂടി കണ്ടു. പിന്നീട് കേരള പത്രികയുടെ പ്രവർത്തനം അവസാനിച്ചു. ഒരുപക്ഷെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിച്ചപ്പോൾ അവർ സ്വയം പിന്മാറിയതും ആവാം. എന്നാലും ഒരു 50-60 വർഷത്തെ പ്രസിദ്ധീകരണ ചരിത്രം അവർക്കും അവകാശപ്പെടാനുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് സർക്കുലേറ്റഡ് ന്യൂസ് പേപ്പർ എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമയെക്കുറിച്ചാണ്. മലയാള മനോരമയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. മനോരമയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മനോരമ 4 പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയ പത്രമാണ്. ആ 4 ഘട്ടങ്ങളിലൂടെ തന്നെയാണ് അതിൻ്റെ ചരിത്രം നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലാണത് മനോരമ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച പത്രങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. രാജ്യസമാചാരത്തിൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് പശ്ചിമോദയം, അതുപോലെ തന്നെ പിന്നീട് ജ്ഞാനനിക്ഷേപമാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരളോപകാരി. ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനൊരു ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ദീപിക, അതുപോലെ തന്നെ ദീപികയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ സ്റ്റാറിലേക്ക് പോയിരിക്കുകയാണ്, അഥവാ പശ്ചിമ താരകയിലേക്ക്. അതിൻ്റെ കാരണം ദീപിക എന്ന് പറയുന്നത് പ്യുവർലി ഒരു ക്രിസ്ത്യൻ പ്രസിദ്ധീകരണമാണ്. അതിന് ശേഷം വരുന്ന വെസ്റ്റേൺ സ്റ്റാർ അഥവാ പശ്ചിമ താരക അല്പമൊന്ന് മാറി ചിന്തിക്കുന്ന പ്യുവർലി ക്രിസ്ത്യൻ അല്ലാത്ത എന്നാൽ ക്രിസ്ത്യാനിറ്റിയോട് ചായ്വുള്ള ഒരു പത്രം, പക്ഷേ ഫസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാവുന്ന ഒരു പത്രമാണ്. പിന്നീട് വന്ന കേരള മിത്രം നിങ്ങൾ നോക്കിയാൽ കാണാം, ഓൾറെഡി നസ്രാണി ദീപികയേക്കാൾ മുൻപാണ് 1881 സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ കേരള പത്രിക 1884 പക്ഷേ ഇതൊന്നും ക്രിസ്ത്യൻ പബ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ടാണ് ആദ്യം ക്രിസ്ത്യൻ പബ്ലിക്കേഷനായ നസ്രാണി ദീപികയെ കൊടുത്തതിന് ശേഷം കേരള പത്രിക, വെസ്റ്റേൺ സ്റ്റാർ, കേരള മിത്രം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓർഡർ മാറിക്കിടക്കുന്നത് കണ്ടിട്ട് വർഷം തെറ്റി പറയരുത്, വർഷം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോന്നും സ്റ്റാർട്ട് ചെയ്ത്. ഇനി മനോരമ തൊട്ടങ്ങോട്ട് ഓർഡർ ആവും. മനോരമ 88 87 ഓൾറെഡി നസ്രാണി ദീപിക സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് പറയുന്നതൊക്കെ മനോരമയ്ക്ക് ശേഷമുള്ള പത്രങ്ങളുടെ കടന്നുവരവാണ്. അപ്പോൾ നമുക്ക് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.